വടകരയിലെ ഇലക്ഷൻ പ്രചരണം വിദ്വേഷത്തിന്റെ കനൽ ആളിക്കത്തിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോഴും ആ കനൽ അടങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വടകരയിൽ നിന്ന് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ചില പാഠങ്ങളാണ് പകർന്നു നൽകിയത്. ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമല്ല, അത് വ്യക്തിഹത്യ നടത്തുന്ന വളരെ സങ്കുചിതമായ രാഷ്ട്രീയത്തിലേക്ക് വരെ വടകരയിലെ രാഷ്ട്രീയം കൂപ്പുകുത്തി എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തെ ഓർത്ത് നമ്മൾ ലജ്ജിക്കേണ്ടുന്ന അവസ്ഥയാണ്. തുടക്കത്തിൽ വളരെ ശക്തമായി മാന്യമായി നടത്തിയ ഒരു പ്രചരണം ഷാഫി പറമ്പലിന്റെ വരവോടുകൂടി ഏതാണ്ട് വ്യത്യസ്തമാകുന്ന തരത്തിലേക്ക് പ്രചരണ രംഗത്തെ മാറ്റിമറിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്തവണ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ അടുത്ത സമയത്ത് ഇപ്പോൾ അവരുടെ സാധാരണ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ ഒരു വിശകലനം നടത്തി തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം ഒരു വിജയ സാധ്യതയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റികളിലേക്ക് അയക്കാറുണ്ട്, സംസ്ഥാന കമ്മിറ്റികളിലേക്കൊക്കെ അയക്കാറുണ്ട്. ആ റിപ്പോർട്ട് പറയുന്നത് ഏകദേശം 2000-3000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം നേടിക്കൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കും എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ തവണത്തെ അവർ കൊടുത്ത റിപ്പോർട്ട് കൂടി നമ്മൾ വായിക്കണം. കഴിഞ്ഞ തവണ ഏതാണ്ട് 50,000-ലധികം വോട്ട് നേടിക്കൊണ്ട് വിജയിക്കും എന്ന് പറഞ്ഞ സ്ഥാനത്ത് 83,000-ലധികം വോട്ട് നേടി മുരളീധരൻ വിജയിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇത്തവണ അവർ അങ്ങനെയുള്ള ഒരു വലിയ കാൽക്കുലേഷനിലേക്കല്ല പോയത്. ഉറച്ച വോട്ടുകൾ മാത്രം വെച്ചുകൊണ്ടാണ് അവർ ഈ നിരീക്ഷണം നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, തലശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാക്സിമം വോട്ടുകൾ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ടുകൾ തങ്ങൾക്ക് ഇത്തവണ നേടാനാകും എന്നുള്ള പ്രതീക്ഷ കൂടി അവർ പുലർന്നു. അതേപക്ഷം നാദാപുരത്തും മറ്റു പല പ്രദേശങ്ങളിലും കോൺഗ്രസ് നില മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ തവണത്തേക്കാൾ അവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യം, അവിടെ ഈ വലിയ തോതിലുള്ള വോട്ടിംഗ് ഇടിവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ വലിയ വിദ്വേഷ പ്രചരണ രീതികൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോഴും അതിന്റെ കിണൽ അടങ്ങുന്നില്ല എന്നുള്ളതാണ്. ആദ്യമേ അശ്ലീല വീഡിയോയെ കുറിച്ചുള്ള പ്രചരണം നടക്കുന്നു. തിരിച്ച് ഷാഫി പറമ്പലിനെയും സ്വേച്ഛാധിപതികളെയും സദ്ദാം ഹുസൈനെ പോലെയുള്ളവരുടെയൊക്കെ പടം കാണിച്ചുകൊണ്ട് ഉള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. സദ്ദാം ഹുസൈൻ അല്ല, ഒസാമ ബിൻ ലാദന്റെ പടം ഒരിടത്ത്, ഷാഫി പറമ്പലിന്റെ പേര് തൊട്ടടുത്ത്, ഇതിലാരാണ് ഒസാമ ബിൻ ലാദൻ എന്നുള്ള തരത്തിൽ വാട്സാപ്പിൽ ധാരാളം ചിത്രങ്ങൾ പ്രചരിക്കുന്നു. അതുപോലെ തന്നെ ഒടുവിൽ നമുക്കറിയാം അവിടെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ വിളിച്ചുകൊണ്ട് പ്രചരണം നടത്തി എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ, അതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങൾ, അവർക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ, തിരിച്ച് ഷാഫി പറമ്പലിന് വോട്ട് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ, പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ വടകരയിൽ കണ്ടത്. മാത്രമല്ല, വർഗീയത പരമാവധി ഇളക്കി ഇട്ടുകൊണ്ടുള്ള ഒരു പ്രചരണ രീതി, അത് ഒരുപക്ഷെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം, ഷാഫി പറമ്പൽ അങ്ങനെ വോട്ട് തേടുന്ന ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു നാഷണൽ പൊളിറ്റിക്സ് ഉള്ള, കുറച്ചുകൂടി സെക്കുലർ മനോഭാവമുള്ള, കോൺഗ്രസിൽ നിന്ന് ഒരുപക്ഷെ ഇത്തവണ മത്സരിച്ച ഒരേ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കൂടിയാണ് ഷാഫി പറമ്പിൽ. എന്നിട്ട് പോലും അദ്ദേഹം പല മത്സര രംഗത്തും അദ്ദേഹം പറഞ്ഞു, ഈ SDP പോലെയുള്ള വർഗീയ കക്ഷികളുടെ വോട്ട് വേടിക്കൊണ്ട് അധികാരത്തിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് അങ്ങനത്തെ ഒരു നിലപാടില്ല എന്ന് തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമാക്കിയ ആളാണ് ഷാഫി പറമ്പിൽ. എത്ര പേര് അങ്ങനെ പറയുന്നുണ്ട്? ഇടതുപക്ഷത്ത് മത്സരിക്കുന്ന ആളുകൾ പോലും എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഷാഫി പറമ്പിൽ ജയിക്കുമോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ് ശൈലജ ടീച്ചറിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥി എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രചരണ രീതി ആയിരുന്നില്ല അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ ആണയിട്ട് പറയുന്നു ഇതൊന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യമല്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട്. ഈ അവസാനം കാഫിർ ആണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടത്, അത് മുസ്ലിം ലീഗിന്റെ ഒരു ഒരു പ്രവർത്തകനാണ് എന്നുള്ള തരത്തിലുള്ള വലിയ ആരോപണം ഉണ്ടാവുകയും അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ പേരിലാണ് ഈ അവിടുത്തെ MSF ജില്ലാ സെക്രട്ടറിയായ മുഹമ്മദ് ഖാസിമിന്റെ പേരിലാണ് ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിൽ RMP നേതാവ് ഹരിഹരന്റെ വീട് ബോംബാക്രമണത്തിന് വിധേയമാക്കിയത് നമ്മൾ കണ്ടതാണ്. അപ്പം പലതരത്തിൽ വടകരയിൽ വർഗീയ ആക്രമണങ്ങൾ പെരുകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമല്ല എന്നുള്ളതാണ്.
ഇപ്പൊ ഇവിടെ ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്ന ചില പ്രധാനപ്പെട്ട വാദങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വോട്ട് നഷ്ടപ്പെടുന്നത് അടിസ്ഥാനപരമായി ഷാഫി പറമ്പിലിനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഷാഫി പറമ്പിൽ ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടത്തില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്നുള്ള ആരോപണം ശക്തമായി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം വന്നപ്പോൾ കേസ് കൊടുത്ത് വളരെ നാൾ കഴിഞ്ഞിട്ടും കൃത്യമായിട്ടൊരു മറുപടി അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നൊരു വലിയ വിമർശനം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഈ കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പ്രചരണം, അപ്പൊ അതിന് ചുക്കാൻ പിടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പം തന്റെ പേജിൽ പ്രചരിപ്പിക്കട്ട വീഡിയോ എന്ന് പറയുന്ന കാസിം തന്നെ ഇതിന്റെ താനല്ല എന്നും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കാണിച്ച പരാതി സമർപ്പിച്ചു. ആ പരാതിയിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്, അദ്ദേഹമല്ല ഈ വിദ്വേഷ പ്രചരണം നടത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരാളുടെ പേരിൽ ഒരു വിദ്വേഷ പ്രചരണമോ അല്ലെങ്കിൽ വർഗീയത ഇളക്കി കൊടുക്കുന്നതോ തരത്തിലായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഇപ്പൊ മിക്കപ്പോഴും അന്വേഷണ രീതിയിൽ കാണുന്നത് അവരാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. അത് രാഷ്ട്രീയപരമായി തങ്ങൾ ലക്ഷ്യം വെക്കുന്ന സ്ഥാനാർത്ഥികളല്ല എങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കുക. മറിച്ച് ഇത്തരം വലിയ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ സങ്കുചിതമായ ചിന്ത ഉണ്ടാക്കുന്ന, വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ആരുണ്ടാക്കി വിടുന്നു എന്ന് പോലീസിന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ സാധിക്കും. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഇല്ല എങ്കിൽ മിനിറ്റുകൾ കൊണ്ട് കേസുകൾ തെളിയിക്കാൻ ശക്തിയുള്ള പോലീസ് സംവിധാനമാണ് നമ്മുടെ കേരള പോലീസ് സംവിധാനം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് കേരള പോലീസിനെ കുറിച്ച് ആലോചിക്കുന്നത് പല കാര്യങ്ങളിലും. പക്ഷേ രാഷ്ട്രീയപരമായ കേസുകൾ വരുമ്പോൾ ഇത്രയധികം തല കുനിഞ്ഞു പോകുന്ന ഒരു പോലീസ് പ്രസ്ഥാനവും വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പല ഘടകങ്ങൾ അതിനുണ്ട്. കാരണം എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ പോലീസിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഒരു കേസ് കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ ഖഫർ ആരോപണവുമായി വ്യാജ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രചരണം നടന്നപ്പോൾ, ഫേസ്ബുക്ക് പ്രചരണവും വാട്സാപ്പ് പ്രചരണവും ഒക്കെ നടന്നപ്പോൾ അത് ഖാസിമല്ല എന്നറിഞ്ഞപ്പോൾ മറ്റാരാണെന്ന് തെളിയിക്കുവാൻ അദ്ദേഹം തീർച്ചയായിട്ടും പരാതി കൊടുത്തപ്പോൾ SP ഓഫീസിൽ വരെ അദ്ദേഹം പരാതി എത്തിച്ചിട്ടും അതാരാണെന്ന് പറയുവാൻ ഇപ്പോഴും പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് അതൊരു പക്ഷേ രാഷ്ട്രീയപരമായി ഏറെ മാനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ ചിലപ്പോൾ സമര രംഗത്തേക്ക് പോകാം, ഞങ്ങൾ വരും ദിനങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രചരണവുമായി കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കേണ്ടത്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ രീതികൾ പ്രചരണ രംഗത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു സമൂഹത്തിനുള്ള ലക്ഷ്യം, അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നൽകില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് വലിയ ഗുണം രാഷ്ട്രീയത്തിനുണ്ടാകില്ല എന്നുള്ളത് ആണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള ന്യൂനതകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനോടുള്ള അഭിനിവേശം കുറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ വടകരയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ ഷാഫി പറമ്പിൽ കളത്തിലെത്തിയതോടുകൂടി പല തരത്തിലുള്ള ഇസ്ലാം മുസ്ലിം വർഗീയത ഇളക്കിവിടുന്നതുമായി ബന്ധപ്പെട്ടും തിരിച്ചും അത് തങ്ങൾക്ക് അനുകൂലമായി ഇടതുപക്ഷം മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലും അതിന് വിരുദ്ധമായിട്ട് തങ്ങൾ നേട്ടമുണ്ടാക്കാൻ UDF ആണ് ലക്ഷ്യം വെക്കുന്നതും എന്നുള്ള തരത്തിലും പല തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികൾ, ഇപ്പം ഷാഫി പറമ്പിൽ അത് കൃത്യമായി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു തങ്ങളല്ല എന്ന്, ശൈലജ ടീച്ചറും പറഞ്ഞു കഴിഞ്ഞു ഇത് തങ്ങൾ അല്ല എന്ന്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളും പൊതുവായി, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. ആ ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ അത് പുറത്തു കൊണ്ടുവരണമായിരുന്നു, ആരാണ് അതിന്റെ യഥാർത്ഥ പ്രതി എന്നുള്ളത്. പക്ഷെ അതിന് കഴിയാതെ പോകുന്നിടത്താണ് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിന് കഴിയാതെ വരികയും ഭരിക്കുന്നവർ തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ജനങ്ങൾ സംശയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് വടകരയുടെ കാര്യത്തിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വിദ്വേഷ പ്രചരണങ്ങൾ വഴി വടകരയിൽ കോൺഗ്രസോ ഇടതുപക്ഷമോ ഉദ്ദേശിച്ച് അവരെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം അവർക്ക് നേടാനാവുകയില്ല. മാത്രമല്ല, അത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് രീതികളുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാന്യതയുടെ
ആ സംസ്കാരത്തിന്റെ വില ഇടിച്ചു കളയുകയും ചെയ്യും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിനെ സോഷ്യൽ മീഡിയ വളരെയധികം സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ഇനി നമ്മൾ എങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സർവകലാശാല അല്ല എന്നും അതിലൂടെ വരുന്ന വാർത്തകൾ നമ്മളുടെ ബുദ്ധിയെയും തലച്ചോറിനെയും സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തെ രൂപീകരിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ നമ്മളെങ്കിലും അതിനകത്ത് ബോധവാന്മാരായി തീർച്ചയായിട്ടും ഒരു മാന്യത പുലർത്തുന്ന സംസ്കാരത്തോടെ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്നാലും വടകരയുടെ കാര്യത്തിൽ അവസാനം ഇടതുപക്ഷം കണക്ക് കൂട്ടിയിരിക്കുന്നത് ശൈലജ ടീച്ചർ വിജയിക്കും എന്ന് തന്നെയാണ്. അവിടെ വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 50,000-ലധികം അടുത്തോളം പുതിയ വോട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല, ശൈലജ ടീച്ചറിനെതിരായി ധാരാളം ഘടകങ്ങൾ വടകരയിൽ നിലനിൽക്കുന്നു. സ്വന്തം പാർട്ടിയിൽ തന്നെ നേരത്തെ തന്നെ വലിയ ഭൂരിപക്ഷത്തോട് കയറി വിജയിച്ചു വന്നവർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് അവർ വിജയിച്ചു വന്നത്. അവർക്ക് മാന്യമായൊരു സ്ഥാനം നൽകുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. വലിയ വിമർശനങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അവരെ ഒതുക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി പലരും ഉന്നയിക്കുന്നു. മാധ്യമങ്ങളൊക്കെ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ അതൊന്നും ശൈലജ ടീച്ചറിന് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള പ്രചരണ രംഗത്ത് വളരെ സജീവമാവുകയും നേരത്തെ കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വിരുദ്ധ തരംഗം, അത് നേരത്തെ മുരളീധരനായിരുന്നു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരുദ്ധ തരംഗ മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ കളം നിറഞ്ഞ് ആടിയപ്പോൾ പല തരത്തിലുള്ള ഒരു ഊർജ്ജസ്വലതയാണ് ആ മണ്ഡലത്തിലും അതിന്റെ ഇതര മണ്ഡലങ്ങളിലുമായി കോൺഗ്രസിന് ഉണ്ടായത് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന് വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് സൂചനകൾ. എങ്കിലും കഴിഞ്ഞ തവണ കോൺഗ്രസ് നേരത്തെ ഇടതുപക്ഷമൊക്കെ നേടിയ വലിയ ഭൂരിപക്ഷത്തെ മറികടന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പിട്ടൊക്കെ കൊണ്ടുവന്ന ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ തവണ മുരളീധരൻ ഉണ്ടാക്കിയെടുത്ത ഒരു ലാൻഡ്സ്കേപ്പ് കുറെ കൂടെ ഭംഗിയായി മെച്ചപ്പെടുത്തിക്കൊണ്ട് തനിക്ക് ഭൂരിപക്ഷം വളരെ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ കഴിയും ഷാഫി പറമ്പിലിന് എന്നാണ് ഷാഫി പറമ്പിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ കണക്ക് കൂട്ടലുകൾ ഇപ്പൊ പറഞ്ഞതുപോലെ 2000 വോട്ട് നേടിക്കൊണ്ട് 3000 വോട്ട് എടുക്കൊണ്ട് തങ്ങൾ അധികാരത്തിൽ അതവര് സ്വാഭാവികമായി ഒരു പാർട്ടി വിലയിരുത്തുമ്പോൾ അനുകൂല ഘടകങ്ങളായിരിക്കും പ്രതികൂല ഘടകങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുക എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ തുച്ഛമായ വോട്ടുകൾക്ക് ശൈലജ ടീച്ചർ വിജയിക്കും എന്നുള്ളതാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ശൈലജ ടീച്ചർ അവിടെ നിന്ന് വിജയിച്ച് കയറും എന്ന്. എന്തായാലും ഒരു കാര്യത്തിൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആകുലതയുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂമിക എന്ന് പറയുന്നത് മതേതരത്വവും അതുപോലെ തന്നെ ഐക്യവും അഖണ്ഡതയൊക്കെ ഉറപ്പാക്കുന്ന പരസ്പര ബഹുമാനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് പോയില്ല എങ്കിൽ തീർച്ചയായും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളതാണ്. വളരെ കാലമായി നമ്മൾ ഗുജറാത്തിൽ വർഗീയത ഉണ്ടാക്കുന്നു, മധ്യപ്രദേശിൽ വർഗീയത ഉണ്ടാക്കുന്നു, ഉത്തർപ്രദേശിൽ വർഗീയത ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ വടകരയിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ അത്ര വർഗീയത മറ്റൊരു സംസ്ഥാനത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് ഒരു ശ്രദ്ധയോടെ കാണണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ തലമുറയ്ക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന സാഹചര്യം കൂടിയാണിത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ കാര്യമായ ധാർമ്മികമായ, ഇപ്പം എല്ലാം ധാർമ്മികതയിൽ അധിഷ്ഠിതമാണ് രാഷ്ട്രീയം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഒരു നല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭൂമിക, രാഷ്ട്രീയക്കാർ ജനങ്ങളെ ബഹുമാനിക്കേണ്ടുന്നവരാണ്, ജനങ്ങളുടെ സേവകരാണ്. ഇവിടെ രാഷ്ട്രീയത്തിൽ ഒരു ഉന്നത സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം തങ്ങളുടെ കീഴിലാണ്. ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, ഞാൻ നേതാവാണ് എന്നൊക്കെ. ആരാണ് ശരിക്കും നേതാവ് ഒരു രാഷ്ട്രീയത്തിൽ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ജനങ്ങളാണ് നേതാക്കൾ എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയക്കാർ അവരുടെ സേവകരാണ്. നമ്മുടെ വോട്ടും നമ്മുടെ ശമ്പളവും വാങ്ങിക്കൊണ്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടി ജോലിക്ക് നിർത്തിയിരിക്കുന്ന കൂലിവേലക്കാരാണ് രാഷ്ട്രീയക്കാർ എന്നുള്ള കാര്യം മറന്നു പോകരുത്. തങ്ങളുടെ ആശയങ്ങളും തങ്ങളുടെ മഹത്വവും കൊണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന നല്ലൊരു ഭരണ സംവിധാനത്തിലെ സേവകരാണ് രാഷ്ട്രീയക്കാർ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ജനങ്ങളെ കാണുമ്പോൾ രാഷ്ട്രീയക്കാരാണ് ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കേണ്ടത്, മറിച്ച് നേതാക്കന്മാരെ കാണുമ്പോൾ അണികളല്ല എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്നുള്ള പാഠം എന്നാണോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പകർന്നു കൊടുക്കുവാൻ ഇന്ത്യൻ നേതാക്കന്മാർക്ക് കഴിയുന്നത്, എന്നാണ് വടകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം സംജാതമാകുന്നത്, അന്ന് മാത്രമേ നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സംശുദ്ധമാകൂ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ബാക്കി എല്ലാ ആരോപണങ്ങൾക്കും എതിരായി
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇങ്ങനെ വല്ലാത്തൊരു തരത്തിലേക്ക് മാറുമ്പോൾ വടകര ഒരു നോവായി അവശേഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും വടകരയിൽ ഉണ്ടായ ഈ മാറ്റം, തെരഞ്ഞെടുപ്പിലുണ്ടായ വിദ്വേഷ പ്രചരണത്തിന്റെ ഈ ഒരു മാറ്റം വടകരയിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.